നമസ്കാരം. വടക്കുംനാഥൻ്റെ മണ്ണിലാണുള്ളത്. പൂരങ്ങളൊക്കെ ഇങ്ങടുത്ത് വരികയാണ്. കേരളത്തിൽ ലോക്സഭാ ഇലക്ഷൻ ഇങ്ങടുത്തെത്തി നിൽക്കെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. മൂന്ന് മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത്. നിലവിൽ CPIക്ക് വേണ്ടി VS സുനിൽകുമാറും BJPക്ക് വേണ്ടി സുരേഷ് ഗോപിയും അതുപോലെ തന്നെ നിലവിലെ MP ആയിട്ടുള്ള TN പ്രതാപൻ തന്നെ UDFന് വേണ്ടിയും രംഗത്തിറങ്ങുന്ന മണ്ഡലം. ത്രികോണ മത്സരം നടക്കുന്ന അപൂർവ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലവും കൂടെയാണ്. എന്താവും തൃശ്ശൂരിലെ ജനവിധി? ഇവിടുത്തെ ലോക്സഭാ മണ്ഡലത്തിൽ LDFും UDF ആണ് മാറി മാറി MP മാരായിട്ടുള്ളത്. അതിപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൻ്റെ കാഴ്ചപ്പാടാണ്. ഞാൻ സാധാരണക്കാരൻ ഓട്ടോ ഡ്രൈവറാണ്. എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് കോൺഗ്രസിന് TN പ്രതാപൻ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സുരേഷ് ഗോപി കയറി വരാനുള്ള സാധ്യതയുണ്ടോ? സുരേഷ് ഗോപി കയറി വരുന്നില്ലേ, മീഡിയ കൂടെ പബ്ലിസിറ്റി ചെയ്യുന്നുള്ളോ, അല്ലാണ്ട് വോട്ടും ഇതൊന്നും കിട്ടില്ലേ. സുരേഷ് ഗോപി കിട്ടൂല. മൂന്നാം സ്ഥാനത്ത് തന്നെയാവും സുരേഷ് ഗോപി. ഇവിടെ ജയിക്കണ്ടെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥി സുനിൽകുമാറായിരുന്നു ജയിക്കുള്ളൂ. അതാണ് സാധ്യത. എന്നുവെച്ചാൽ സുനിലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും അറിയാത്തത് ആൾക്കാരില്ല. എന്നുവെച്ചാൽ കേരളവർമ്മ കോളേജിൽ പഠിച്ചു, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഒരുവിധം ആൾക്കാരെ മുഴുവൻ അറിയാം ആൾക്ക്. അപ്പോൾ സുനിലേട്ടൻ ജയിക്കുന്ന തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതായത് അരിയാഹാരം കഴിക്കുന്ന ആരും ഈ പ്രതാപനോ മറ്റേ സുരേഷ് ഗോപിയോ ജയിക്കുന്നു പറയില്ല. രാഷ്ട്രീയം ഉള്ളൊരു ഒട്ടും പറയില്ല. അതായത് കഴിഞ്ഞ 5 കൊല്ലം ഇവിടെ തൃശ്ശൂരിൻ്റെ MP ആയിരുന്ന പ്രതാപനെ ഒരു ശബ്ദം പാർലമെന്റിൽ ശബ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് മീഡിയക്കാർ പോലും പറഞ്ഞിട്ടില്ല. മീഡിയക്കാർ കോൺഗ്രസിനെയും BJPനെയും അല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണല്ലോ. മീഡിയക്കാർ പോലും പറഞ്ഞിട്ടില്ല പ്രതാപൻ കേരളത്തിന് വേണ്ടിയിട്ടോ തൃശ്ശൂരിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളത്. രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം കേന്ദ്രം 10 കൊല്ലമായിട്ട് ഭരിക്കുന്ന BJP ഇവിടെ ചെയ്തിട്ടില്ല. പൊതുവെ ജനങ്ങൾക്ക് ഒരു വീട്ടില് കേരളത്തെ സംബന്ധിച്ച്, നോർത്ത് ഇന്ത്യയിലല്ലോ കേരളം, ഒരു വീട്ടില് ഗ്യാസ് അടുപ്പും ഒരു 2 വീലറോ പെട്രോളോ ഡീസലോ ഉപയോഗിക്കാത്ത ഒരു വീടില്ല. അവരുടെ ഒരു മാസത്തെ വരുമാനത്തിൽ ഈ 10 കൊല്ലത്തിലിടയ്ക്ക് ഏകദേശം 5000 റുപ്യ കൂടുതൽ ചെലവേണ്ട സ്ഥിതിയിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യനെ മൊത്തം എത്തിച്ചു. അതായത് 52 റുപ്യ ഉണ്ടായിരുന്ന ഡീസലിന് 97 രൂപയ്ക്ക്, 56 രൂപ ഉണ്ടായിരുന്ന പെട്രോളിന് 107 രൂപയ്ക്ക്, ഗ്യാസിന് 450 ഉണ്ടായിരുന്നത് 1050 റുപ്യക്ക്. ഇത് മൂന്നും ഉപയോഗിക്കാത്ത ഒരു വീടും കേരളത്തിലില്ല. കേരളം വളരെ പുരോഗമിച്ച നാടാന്ന് ലോകം മുഴുവൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വീടില്ലാത്തവരോ ഒരു 2 വീലർ ഇല്ലാത്തവരോ ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കാത്തവരോ കേരളത്തിലില്ല. അവരുടെ ഈ 10 കൊല്ലത്തെ അധിക ചെലവാണ് വന്നിട്ടുള്ളത്. അത് മനഃപൂർവ്വം ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ്. അതായത് അന്താരാഷ്ട്ര നിലവാരത്തിൽ ക്രൂഡ് ഓയിലിനും ഇതുപോലെ എല്ലാ സാധനങ്ങൾക്കും വില കുറയുമ്പോൾ $145-155 വരെ ഉള്ളപ്പോൾ ഇതിനേക്കാൾ താഴ്ന്ന വിലയായിരുന്നു. ഇപ്പോൾ $65 നിൽക്കുകയാണ്. ഈ ഗ്യാസിൻ്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില കുറച്ചാൽ തന്നെ രാജ്യത്തെ വില നിലവാരം പിടിച്ചു നിർത്താൻ കഴിയും. സാധാരണക്കാർക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ കഴിയും. അപ്പോൾ തൃശ്ശൂരിനെ ഞാനിങ്ങോട്ട് എടുക്കുന്നു പറഞ്ഞു വന്നിട്ടുള്ള ഈ ചങ്ങാതിക്ക് ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 6 കൊല്ലം ആ ചങ്ങാതി രാജ്യസഭ മെമ്പർ ആയിരുന്നിട്ടുള്ളതാ. ഒരു ശബ്ദം ഇതിനെതിരെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു ശബ്ദം ഈ രാജ്യസഭയിലും അയാൾക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ VS സുനിൽകുമാർ ഇവിടെ മുൻമന്ത്രി ആയിരുന്നിട്ട് ഈ രാജ്യത്തിന് ഈ കേരളത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു തൊഴിലാളി ജനങ്ങളുടെ ഇടയിലത്തെ നേതാവാണ്. വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്ന തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ BJPക്കും കോൺഗ്രസിനെതിരെ നല്ല ബന്ധങ്ങളും നല്ല ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരൊക്കെ കാശ് കൊടുത്ത് മേടിക്കാണ് BJP. ഇപ്പോൾ ഹിമാചൽ പ്രദേശ് കണ്ടില്ലേ, വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് കോൺഗ്രസ്സുകാരെ. ഇപ്പോൾ വീണ്ടും അവിടെ BJP അധികാരത്തിൽ വരാനാണ് വന്നത്. അപ്പോൾ കോൺഗ്രസിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ ഇന്ത്യയിൽ തകർന്നു പോയി. ഒരു ലീഡർഷിപ്പില്ല കോൺഗ്രസിന്. പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് വരിക? പിന്നെ ഞങ്ങളെ പോലത്തെ തൊഴിലാളികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് ഈ കോൺഗ്രസ് ആയാലും BJP ആയാലും കൊണ്ടുവരുന്നത്. ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഇപ്പൊ പിണറായി ഇവിടുന്ന് പോണം, നല്ലൊരു പാർട്ടി വരണം, അത് തന്നെ ആവശ്യമുള്ളൂ. അതാണ് ആവശ്യമുള്ള, വേറെ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ കുറെ പിള്ളേര് നശിപ്പിച്ച് കളഞ്ഞു. ഈ ഒരു കാര്യത്തിന് വേണ്ടി കുറെ ആൾക്കാരെ കൊല്ലേണ്ട അവസ്ഥ വന്നു. അതൊക്കെ മാറ്റം വരണം. ഞങ്ങൾക്ക് നല്ലൊരു സംഭവം ഇവിടെ ഉണ്ടാവണം. വരണം അത്രേ. മാറി ഭരിക്കട്ടെ, ഒരവസരം അവർക്കും കൊടുക്കുക. അല്ലാണ്ട് ഇപ്പൊ ഒരേ ആൾക്കാരെ മാറി വരച്ചിട്ട് കുട്ടിച്ചോറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് മാറി നോക്കാം. നമുക്ക് 5 വർഷമല്ലേ ചോദിക്കണുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുക നോക്കാമല്ലോ, ഇല്ലെങ്കിൽ പറഞ്ഞേക്കാലോ ധൈര്യമായിട്ട്. അതായത് ഒരു 5 വർഷം കൊടുത്തു നോക്കുക. അത്ര തന്നെയുള്ളൂ. തീർച്ചയായിട്ടും അവർ ജയിക്കും. അല്ല, ഈ TN പ്രതാപൻ MP കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ ചെയ്ത കാര്യങ്ങളിൽ സംതൃപ്തനാണ്? ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടാ.
ആ ഇലക്ഷൻ ടൈമിൽ കണ്ടത് തന്നെയാണ്. പിന്നെ ഈ പ്രതാപൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടില്ല. പിന്നെ ഈ വാൾ പോസ്റ്റിൽ കാണുന്നല്ലാണ്ട് ഞങ്ങൾക്ക് അറിയില്ല ആളെ. തൃശ്ശൂർ എന്താ സാധ്യത കൂടുതൽ? സുരേഷ് ഗോപിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യത? കുഴപ്പമില്ല, ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ നോക്കായിരുന്നു. അങ്ങനെ അല്ല, ഈ TN പ്രതാപൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്ത കാര്യങ്ങൾ സംതൃപ്തനാണ്? പോരാ. സുനിൽകുമാർ ജയിക്കാനാണ് സാധ്യത. ആള് നല്ലൊരു വ്യക്തിയാണ്. പാർട്ടി നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത്. ആള് ബെസ്റ്റ് ഒരു നല്ലൊരു വ്യക്തിയായതിന്റെ പേരിൽ ജയിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഓക്കെ, വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറുണ്ട്. വോട്ട് ചെയ്യും. വോട്ട് ചെയ്യും. ഓക്കെ, എല്ലാ പരിപാടിക്കും അഭിപ്രായമൊന്നുമില്ല. വേറെ അഭിപ്രായമൊന്നുമില്ല. അവരവർക്ക് ചെന്നാ അവരവർക്ക് സഹായിക്കുക. ഓക്കെ, അഭിപ്രായമില്ല. എനിക്ക് പണിയെടുക്കാൻ ജീവിക്കാം. സുരേഷ് ഗോപി ഉണ്ട്, സുനിൽകുമാർ ഉണ്ട്, അതേപോലെ തന്നെ TN പ്രതാപൻ ഉണ്ട്. ആരായിരിക്കും ഇപ്രാവശ്യം ഇവിടെ പിടിക്കാൻ പോകുന്നത്? എന്താണ് ആൽബിന്റെ അഭിപ്രായം? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ സുരേഷ് ഗോപി. സുരേഷ് ഗോപി, അത് അവന്റെ അഭിപ്രായമല്ലേ? അല്ല, എന്റെ അഭിപ്രായം എന്താ? സുരേഷ് ഗോപി. സുരേഷ് ഗോപി ആര് ജയിക്കണം എന്നാ അഭിപ്രായം? സുരേഷ് ഗോപി ജയിക്കുന്നതാണ്. സുരേഷ് ഗോപി ജയിക്കണം എന്നാണ്. ഓക്കെ, എന്താണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി വോട്ടുണ്ടോ? വോട്ട് ചെയ്യാറുണ്ടോ? ഇല്ലില്ല. വോട്ടായിട്ടുണ്ടോ? ഇല്ലില്ല. ആയില്ല. എത്ര വയസ്സായി? 18. 18ആയി. 18ആയി. വോട്ടറായിട്ട് എടുത്തില്ല. എടുത്തില്ല. എടുക്കണ്ടേ? എടുക്കാനുള്ള സമയല്ലേ? ഓക്കെ, ആര് ജയിക്കണം? സുരേഷ് ഗോപി. സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് അഭിപ്രായം. എന്താണ് സുരേഷ് ഗോപി ജയിക്കണം എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം? സിനിമ നടൻ, സിനിമാ നടനായതുകൊണ്ട് മാത്രമാണ്? എല്ലാ ആരാധകരുണ്ട്, ഇഷ്ടംമാരുണ്ട്. സുരേഷ് ഗോപി സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് ആദ്യം. എന്തുകൊണ്ടായിരിക്കും സുരേഷ് ഗോപി ജയിക്കണം എന്ന് പറയാനുള്ള കാരണം? ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, പക്ഷേ മാറ്റം വേണം. എന്ന് വെച്ചാൽ നല്ല ശക്തമായ പോരാട്ടമായിരിക്കും. അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചോടി. ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ച് ഇവിടെ മുഴുവൻ ആളും തൃശ്ശൂരിലുള്ള ആൾക്കാരാണ് ഗൾഫിലുള്ളത്. പക്ഷേ 1000 വോട്ടിനെങ്കിലും സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ 60% ക്രിസ്ത്യൻ വോട്ട് മാറിയണം, എന്നാലാണ് ജയിക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ ഇവര് രണ്ടുപേരും ഒരുമിച്ച് കളിക്കുമെന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. ഇപ്പം സുനിൽകുമാർ വന്നതുകൊണ്ട് കുറച്ച് ശക്തിയാവും, കിട്ടാനാ സാധ്യത. ഇനി ഇവര് തന്നെ ഉള്ളിൽ കൂടെ കളിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. അല്ല, ഈ കോഴിക്കോട് എവിടെയാ? കോഴിക്കോട് വടകര കടത്തിന് അവിടെ ശക്തമായ പോരാട്ടം. ശൈല ടീച്ചറും മുരളീധരനാണ് അവിടുത്തെ ഒരു അവസ്ഥ. അവിടെ ഇപ്പൊ കാണുന്നത് ശൈല ടീച്ചറാണ് ജസ്റ്റ് ഒരു 1000-2000 വോട്ടിന് അതിനെ കാണുന്നത്. കാരണം ജനമനസ്സുകളിലൂടെ ശൈല ടീച്ചർ, പിന്നെ TPന്റെ രമയുടെ ഇതുപോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ. അവരെ വോട്ട് കംപ്ലീറ്റ് കിട്ടുകയാണെങ്കിൽ പിന്നെ ലീഗിന്റെ ശക്തി മാത്രമാണ് ഒരു സാധ്യത കാണുന്നത്. ഇല്ലെങ്കിൽ നോക്കണ്ട. കാരണം ലീഗ് വോട്ട് കംപ്ലീറ്റ് മുരളീധരൻ്റെ. മുരളി നല്ല വ്യക്തിയാണ്, അവിടെ ചെയ്യേണ്ടെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ കോൺഗ്രസിന് തട്ടതാണ്. പിന്നെ TPന്റെ പ്രശ്നം ഉണ്ടല്ലോ, അവര് 10-25,000 വോട്ട് TPയുടെ ഉണ്ട്, RMPയുടെ. പിന്നെ പൊതുവെ ഒരു ദേശീയമാണ് ഇപ്പൊ ഈ സർക്കാരിനോട് എല്ലാവരും. അതുകൊണ്ട് കോൺഗ്രസ് വരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ശക്തമായ നേതാവ് ഇപ്പം കോൺഗ്രസ് ഇല്ല. അതാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ എന്താണ് ഒരു അഭിപ്രായം? ഇപ്പം എന്താ പറയാ, നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മോശം പറയാനൊന്നും തോന്നുന്നില്ല. സർക്കാരിന്റെ ഭാഗത്ത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് വലിയ എതിരഭിപ്രായം ഒന്നുമില്ല. ഇല്ല, ഒരിക്കലും ഇല്ല, ഒരഭിപ്രായമില്ല. നമ്മളൊക്കെ സത്യം പറയാൻ കമ്മ്യൂണിസ്റ്റുകാരാണ്, അവിടുത്തെ മെയിൻ കമ്മ്യൂണിസ്റ്റ്. 10-20 കൊല്ലമായിട്ട് കൊടി പിടിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ 10-20 പിള്ളേർ ഇപ്പം മാറി അവിടെ നിന്ന്. അത് ഇവരെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ്, വേറൊന്നുമല്ല. മൊത്തം മോശം അഭിപ്രായമാണ്. എല്ലാവരും ഇപ്പം കോൺഗ്രസിലോട്ടാണ് ചായുന്നതെങ്കിലും ഒരു ഇതായിട്ടില്ല. എന്നാലും അവിടെ പിടിച്ചു നിൽക്കുക, പ്രവർത്തനമൊന്നുമില്ല. അതിനെപ്പറ്റി ഇപ്പം ഗൾഫിൽ തന്നെ വിളിച്ച് പറഞ്ഞത് ശൈല ടീച്ചറെ എങ്ങനെ തോപ്പിക്കാന്നാ പറഞ്ഞത്. അതിന് പരമാവധി ആൾ ശ്രമിക്കും. എറണാകുളം പിന്നെ ഹൈബിയുടെ തന്നെയായിരിക്കും. അവിടെ വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഒരു മാറ്റവും വരാൻ ചാൻസ് ഇല്ല. ജനം പ്രബുദ്ധരാകുന്നില്ലല്ലോ. ജനം ഒരേ ട്രാക്കിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർ അങ്ങനെ തന്നെ, മതമാണല്ലോ അതിൻ്റെ മെയിൻ ഘടകം. ജാതി അനുസരിച്ചാണ് കേരളത്തിലെ എല്ലാ ഇലക്ഷനിലും. ലത്തീൻ കത്തോലിക്കൻ തന്നെ അവിടെ നിന്നെങ്കിൽ കിട്ടുള്ളൂ. അല്ല, അങ്ങനെയാണ്. സ്ഥാനാർത്ഥിത്വം ജാതി ബേസിലാണല്ലോ. മതേതരത്വം പറയുമെങ്കിലും എല്ലാം നമ്മൾ ജാതിയിലാണ് കടിച്ചു തൂങ്ങുന്നത്. മതേതരത്വം എന്ന് പറയുന്നത് ഇങ്ങനെ ഉപയോഗിക്കാനുള്ള ഒരു പദം. ഉള്ളി മുഴുവൻ ജാതിയോടോ ഇലക്ഷൻ ഇല്ലേ? ഇലക്ഷൻ കംപ്ലീറ്റ് ജാതിയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ മതേതരം പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വർഗീയത കളിക്കുന്ന സംസ്ഥാനമാണ് കേരളം. പ്രബുദ്ധരെന്ന് പറയും മലയാളി. ഒരു പ്രബുദ്ധതയില്ല, അറിവില്ലായ്മ കൊണ്ട് അറിവുണ്ടെന്ന് നടിക്കുന്ന ജനതയാണ് മലയാളി. അതുകൊണ്ടാണ് കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളും ഏറ്റവും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ഷനിൽ ഇവിടെ ഇപ്പോൾ ഇവർ
കോൺഗ്രസിൽ നിന്ന് 16 പേര് അവിടെ പോയിരുന്നിട്ട് വല്ല കാണിക്കാനുണ്ടോ? എന്ത് കാണിക്കാനാ? മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആ പാർലമെന്റിൽ 540 പേര് ഇരിക്കുന്നിടത്ത് പോയി ഇരുന്ന് മറ്റേ കുറച്ച് മുദ്രാവാക്യം വിളിക്കാം. ഒന്നുമില്ല. പാർലമെന്റിൽ സംസാരിക്കാൻ അറിയാവുന്ന എത്ര MP കഴിഞ്ഞാണ് പോയി ഇവിടുന്ന്? ആരെങ്കിലും ഉണ്ടോ? ചുമ്മാ പാട്ട് പാടുന്ന പെൺകുട്ടിയും 540 MP 140 കോടി ജനങ്ങളുടെ ഭാഗതയെ നിർണ്ണയിക്കേണ്ട സംഭവത്തിൽ ഉണ്ടാക്കിപ്പാട്ട് പാടുന്ന പെൺകുട്ടികളും ഒക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന പ്രബുദ്ധ മലയാളി. എന്നിട്ട് ഫാസിസമാണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞ് ഒന്നുമില്ലല്ലോ കേരളത്തിൽ. അപ്പോൾ ഇവർക്ക് സുഖമാണ്, ഇവർക്ക് നല്ല ശമ്പളം കിട്ടും, അവിടെ ഒരു പണിയില്ല, ചർച്ചയിൽ പങ്കെടുക്കണ്ടേ? ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിലും പഠിക്കണ്ടേ? ആകെ ഒരു RSPയുടെ ഒരു പ്രേമചന്ദ്രനോ? NK പ്രേമചന്ദ്രൻ മാത്രമുണ്ട്. നരേന്ദ്രമോദിയായിട്ട് ഓപ്പോസിറ്റ് സംസാരിക്കാൻ ആകെ ഒരു പ്രേമചന്ദ്രനും പിന്നെ മൊഹിന മൊയ്ത്രയോ കൽക്കട്ടയിലെ 2 പേരേ ഉള്ളൂ. അപ്പം ഇതാണ്. അപ്പം ഞങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇതാണ് ഹൈബി നിലവിൽ എറണാകുളത്ത് നല്ല എങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങളൊക്കെ? ഞാനതങ്ങനെ ശ്രദ്ധിക്കാറില്ല. അദ്ദേഹം അവിടുത്തെ ഒരു ഒരു ഈടൻ്റെ മകനാണ്. അവിടെ ഒത്തിരി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ വന്നിട്ടുണ്ടല്ലോ, മെട്രോ, കാക്കനാട് മെട്രോ. അത് ഹൈബി ഈടൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കൊണ്ടുവന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. കൊണ്ടുവന്നറിയില്ല. MP ഫണ്ട് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടോ. ഈ ഇടതുപക്ഷത്തിന്റെ പുതിയ സ്ഥാനാർത്ഥി ഈ ഷൈജൽ ഒരു കാര്യമില്ല. അതിപ്പോൾ അവർ ഇടതുപക്ഷത്തിന് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നുള്ള ഇതുകൊണ്ട് പറവൂർ അവരെന്തോ കൗൺസിലർ ഏതാണ്ടാണല്ലോ, അങ്ങനെ വന്നതാണ്. അവിടെ ലത്തീനായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഷുഗർ സീറ്റാണല്ലോ അത് പണ്ട് തൊട്ടേ. ഇത് കേരളത്തിൽ ഈ ഇലക്ഷന് പ്രാധാന്യമില്ലെന്നേ. പിന്നെ എറണാകുളം മാത്രം എന്തിനാ പറയുന്നത്? ഇവരെ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. അതായത് ഈ BJP ഭരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഇവിടുന്ന് കുറച്ച് സമരം വിളിക്കാനല്ലാതെ വേറൊന്നിനും ഒരു കാര്യമില്ല എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് BJP ആണേലും AJPയുടെ അനുഭാവിയൊന്നുമല്ല കേട്ടോ. ഞാൻ BJP ആണേലും കോൺഗ്രസ് ആണേലും അവരുടെ ബന്ധുക്കൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ ഇലക്ഷൻ ജനാധിപത്യത്തിന് അതൊക്കെ ഒത്തിരി സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് പൂർണ്ണമാവുന്നില്ലല്ലോ. നമ്മൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തുക, അതൊക്കെ വെറും പൊളിയാണ് സംഭവം. ഇവർക്ക് ഇവരുടെ ബന്ധുക്കളെ ഇവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു നല്ല ബിസിനസ്സാണ് രാഷ്ട്രീയം. പൊളിറ്റിക്സ് ഈസ് എ ബിസിനസ്. പൂരങ്ങളുടെ നഗരിയിൽ സ്ഥാനാർത്ഥികളുടെ ചിഹ്നം പതിക്കലും ഫോട്ടോ പതിക്കലും ഒപ്പം ചുവരെഴുത്തുകളും സജീവമായി തുടങ്ങിയിരിക്കുന്നു. ആരാണ് വിജയ് എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. NDAയോ LDFോ അതോ UDFോ ആര് തന്നെ ആയാലും മത്സരം തീ പാറുമെന്നും ഉറപ്പാണ്. ന്യൂസ് കേരള.